ഹലോ, ഞാൻ ഡോക്ടർ പൊന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഡയറ്റിനെ പറ്റിയാണ്. അപ്പോൾ വെജിറ്റേറിയൻ ഡയറ്റാണോ നോൺ വെജിറ്റേറിയൻ ഡയറ്റാണോ നല്ലത്? അപ്പം വെജിറ്റേറിയൻ ഡയറ്റ് ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ഡയറ്റ് ആണെങ്കിലും ഒന്നിനു മുകളിൽ അത് സുപ്പീരിയർ അല്ല. രണ്ടും ഈക്വലി നല്ലതാണ് നമ്മൾ കറക്റ്റ് രീതിയിൽ അത് കഴിച്ചാൽ. അപ്പോൾ പലർക്കും ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, അതായത് വെജിറ്റേറിയൻ ഡയറ്റാണ് നല്ലത്. അപ്പോൾ അങ്ങനെയല്ല. വെജിറ്റേറിയൻ ഡയറ്റിൽ വിറ്റമിൻ B12, സിങ്ക്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കുറവാണ്. വിറ്റമിൻ B12 നമ്മുടെ നെർവ്സിന് വളരെ ആവശ്യമുള്ള ഒരു ഘടകമാണ്. അപ്പോൾ വിറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് ന്യൂറോപ്പതി വരാം, നെർവ് ഡാമേജ് വരാം, ഓർമ്മക്കുറവ് വരാം, കണ്ണിൻ്റെ കാഴ്ച കുറയാം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ വിറ്റമിൻ B12 ആനിമൽ സോഴ്സിലേ ഉള്ളൂ, വെജിറ്റേറിയൻ ഡയറ്റിലൊന്നുമില്ല. അപ്പം വെജിറ്റേറിയൻ ഡയറ്റ് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നവർ ഈ ഒരു കാര്യം ഓർക്കണം. പക്ഷേ വെജിറ്റേറിയൻ ഡയറ്റിൻ്റെ കൂടെ തന്നെ വിറ്റമിൻ B12 റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ സപ്ലിമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ അതൊരു ബാലൻസിൽ എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അതുപോലെ നോൺ വെജിറ്റേറിയൻ ഡയറ്റിലാണെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആണ്, വിറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. പക്ഷേ നോൺ വെജിറ്റേറിയൻ ഡയറ്റിൽ ബാഡ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ബാഡ് ഫാറ്റ്സിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ കൊളസ്ട്രോൾ, ഒബേസിറ്റി, ഹൈ ബ്ലഡ് പ്രഷറിനെല്ലാം കാരണമായേക്കാം ഒരു പരിധി വിട്ട് നമ്മൾ നോൺ വെജിറ്റേറിയൻ ഡയറ്റ് കഴിച്ചാൽ. അപ്പം ഇതെല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. നമ്മളൊരു ഡയറ്റ് എടുക്കുവാണെങ്കിൽ 25% ആയിരിക്കണം അതിൻ്റെ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ്, 50% പ്രോട്ടീൻ റിച്ച് ആയിരിക്കണം, ബാക്കി 25% ഫാറ്റ്സ് ആവാം. താങ്ക് യു.